വിശദമായ വാർത്തകളിലേക്ക്. നെയ്യാറ്റിൻകരയിൽ വൃദ്ധയുടെ ഭൂമിയും പണവും തട്ടിയെടുത്ത കൌൺസിലറെ CPM സസ്പെൻഡ് ചെയ്തു. കൌൺസിലർ സുജിനെയാണ് സസ്പെൻഡ് ചെയ്തത്. 1 വർഷത്തേക്കാണ് സസ്പെൻഷൻ. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുകയാണ്. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? ഗോപിക, നെയ്യാറ്റിൻകരയിലെ തവരവിള സ്വദേശിയായ ബേബി എന്ന വൃദ്ധമാതാവിന്റെ സ്വർണവും പണവും അപഹരിച്ചു എന്ന വൃദ്ധമാതാവിന്റെ പരാതിയെ തുടർന്ന് ആയിരുന്നു ഇപ്പോൾ നടപടി. നെയ്യാറ്റിൻകര നഗരസഭയിലെ തവരവിള വാർഡ് കൌൺസിലറായ സുജിനെതിരെയാണ് ഇപ്പോൾ പാർട്ടി CPM അച്ചടക്ക നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. വൃദ്ധമാതാവ് പറയുന്നത് ഇങ്ങനെയായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വൃദ്ധമാതാവിന്റെ വീട്ടിലെത്തിയ സുജിൻ തന്റെ എല്ലാ സംരക്ഷണ ചുമതലകളും ഏറ്റുകൊള്ളാമെന്ന് പറഞ്ഞ് അമ്മയിൽ നിന്ന് ഈ സ്വർണവും പണവും 12 സെന്റ് സ്ഥലവും 17 പവൻ സ്വർണവും കവർന്നു അപഹരിച്ചു, അതായത് കൈക്കലാക്കി എന്നായിരുന്നു പരാതി. അതായത് തനിക്ക് വസ്തുവില്ല, വീടില്ല, വീട് വെക്കാൻ 4 സെന്റ് സ്ഥലം കിട്ടിയാൽ മാത്രമേ തനിക്ക് വീട് വെക്കാൻ കഴിയൂ. അതിലേക്ക് വേണ്ടി 12 സെന്റ് സ്ഥലം എഴുതി വാങ്ങണം എന്ന് പറഞ്ഞായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ഈ അമ്മയിൽ നിന്ന് കാശും ഈ പറയുന്ന വസ്തുവും കൈക്കലാക്കിയതെന്നാണ് പരാതി നൽകിയത്. വാരായമുട്ടം പോലീസിൽ ഇത് സംബന്ധിച്ച് സുജിനും ഭാര്യയ്ക്കുമെതിരെ ഈ മാതാവ് ബേബി പരാതി നൽകിയിരുന്നു. തുടർന്നായിരുന്നു പോലീസ് അന്വേഷണം നടത്തുകയും അതിന്റെ നടപടി സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന CPM 1 വർഷത്തേക്ക് അച്ചടക്ക നടപടി എന്ന നിലയിൽ സസ്പെൻഡ് ചെയ്തത്. ഗോപിക, വൃദ്ധമാതാവിന്റെ ഭൂമി തട്ടിയെടുത്തു എന്ന സംഭവത്തിലാണ് കൌൺസിലർ സുജിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 1 വർഷത്തേക്കാണ് സസ്പെൻഷൻ. അരുൺ മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കൊച്ചിയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി അടൂർ റെസ്റ്റ് ഹൌസിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച സംഭവം ഗുണ്ടകൾ തമ്മിലുള്ള പകയെന്ന് പോലീസ്. ചെങ്ങന്നൂർ സ്വദേശി ലിബിൻ വർഗീസിനെയാണ് കൊച്ചിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ കൊലക്കേസ് പ്രതിയടക്കം 6 പേർ അറസ്റ്റിലായി. ലിജോ ജോയ്, സുബീഷ്, അക്ബർ ഷാ, പ്രതീഷ്, വിഷ്ണു എന്നിവരാണ് പിടിയിലായത്. വാടകയ്ക്കെടുത്ത കാർ കഞ്ചാവ് വിൽപ്പനയ്ക്ക് മറിച്ചു നൽകിയതിനാലാണ് ലിബിനെ തട്ടിക്കൊണ്ടുപോയത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ലിബിൻ വർഗീസിനെ ആശുപത്രിയിലേക്ക് മാറ്റി. കേസിലെ പരാതിക്കാരൻ 50 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പിടികിട്ട പുള്ളിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വ്യാജ മദ്യനിർമ്മാണ യൂണിറ്റ് എക്സൈസ് സംഘം കണ്ടെത്തി. 8000-ഓളം കുപ്പി വ്യാജ മദ്യം പിടിച്ചെടുത്തു. വ്യാജ ഹോളോഗ്രാമും മദ്യത്തിൽ ലേബൽ അടക്കമുള്ളവയും പിടികൂടി. കഴിഞ്ഞ ദിവസം പിടിയിലായ വ്യാജ മദ്യക്കടത്ത് സംഘത്തെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക കണ്ടെത്തൽ. കഞ്ഞിക്കുഴി തള്ളക്കാനം സ്വദേശി തോട്ടുപുറത്ത് ബിനു മാത്യുവിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ബോട്ടിലിംഗ് പ്ലാന്റ് ഉൾപ്പെടെ വ്യാജമദ്യ നിർമ്മാണ യൂണിറ്റ് അധികൃതർ പിടിച്ചെടുത്തത്. 3500 കുപ്പി മദ്യം സീൽ ചെയ്ത നിലയിലായിരുന്നു. വിശദമായ പരിശോധനയിൽ 4508 കുപ്പി മദ്യം കൂടി എക്സൈസ് സംഘം കണ്ടെടുത്തു. വ്യാജ ഹോളോഗ്രാമും ലേബലും ഉൾപ്പെടെ പതിച്ച് പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്ത് വിൽപ്പനയ്ക്ക് പാകപ്പെടുത്തിയ നിലയിലാണ് മദ്യം സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ജീപ്പിൽ വ്യാജമദ്യം കടത്താൻ ശ്രമിച്ചതിന് ബിനു ഉൾപ്പെടെ 4 പേരെ പൂപ്പാറയിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. പൂപ്പാറയിലെ ബിവറേജസ് കോർപ്പറേഷൻ കൗണ്ടറിലെ ജീവനക്കാരനും കേസിൽ ഉൾപ്പെട്ടിരുന്നു. തിരുവനന്തപുരം സ്വദേശിയായ ഇയാൾ മുഖേനയാണ് ബിനു വ്യാജമദ്യം നിർമ്മിച്ച് വിൽപ്പന നടത്തിയിരുന്നത്. തോട്ടുപുറത്ത് ബിനു മാത്യു എന്നയാളുടെ വീട്ടിൽ നിന്നും ഒരു വ്യാജ മദ്യനിർമ്മാണ യൂണിറ്റ് നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇയാളുടെ വീട്ടിൽ നിന്നും 35 ലിറ്റർ കൊള്ളുന്ന 2 കന്നാസുകളിലായി 70 ലിറ്റർ കളർ ചേർത്ത വ്യാജമദ്യം, 150 മില്ലി സ്പിരിറ്റ്, 100 മില്ലി കരാമൽ എന്നിവ ഞങ്ങൾ കണ്ടെടുത്തിട്ടുള്ളതാണ്. വ്യാജമദ്യ നിർമ്മാണത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും എക്സൈസ് സംഘം അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 ഇടുക്കി. വിവിധ ലഹരി വസ്തുക്കളുമായി യുവതി ഉൾപ്പെടെ 3 പേർ കൊച്ചിയിൽ പിടിയിൽ. നഗരത്തിലെ ഹോട്ടലിൽ നിന്നാണ് പിടിയിലായത്. MDMA, ഹഷിഷ് ഓയിൽ, LSD, നെട്രോസെപ്പാം ഗുളിക എന്നിവ പിടിച്ചെടുത്തു. ആലുവ സ്വദേശികളായ സനൂപ്, നൌഫൽ, അപർണ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കോഴിക്കോട് മധ്യവയസ്കനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കായക്കൊടി ബാബുവാണ് കൊല്ലപ്പെട്ടത്. കിടപ്പുമുറിയിലാണ് കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. ബാബുവിന്റെ അയൽവാസി രാജീവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ ദുരൂഹത വർദ്ധിച്ചതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രാവിലെ 9:30 മണിയോടെയാണ് വണ്ണാന്റെ ബാബുവിനെ മുറിവേറ്റ് വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത്. കഴുത്തിലും വയറിലുമാണ് വലിയ മുറിവുകൾ. കുടൽ പുറത്തു ചാടിയ നിലയിലായിരുന്നു. പോലീസ് എത്തി പരിശോധന നടത്തുന്നതിനിടയിൽ തൊട്ടടുത്ത വീട്ടുകാരൻ രാജീവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു.
ഇതോടെ സംഭവത്തിൽ ദുരൂഹതയേറി. ബാബുവിന്റെ വീടിന് പുറത്ത് റോഡിൽ രക്തം കണ്ടതും സംശയം വർദ്ധിപ്പിച്ചു. ഇന്ന് രാവിലെ ഒരു 9:30 മണിയായി കാണും. ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ നേരത്ത് ബാബുവിൻ്റെ ഭാര്യ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പിന്നെ അട്ടഹാസം കൊടുത്തുകൊണ്ട് വന്നിട്ട് ബാബുട്ടിനെന്തോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഓടിപ്പോയി റൂമിലൊക്കെ നോക്കുമ്പോൾ അവൻ്റെ കട്ടിൽ ഒരു സൈഡിൽ ഇങ്ങനെ മലന്ന് കിടന്നിട്ട് കൊത്തുകൊണ്ട ജാതിയിൽ വീണ് കിടക്കുന്നു. ഇരു കുടുംബവും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായി അറിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കുടുംബങ്ങൾ നല്ല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാബു എന്ന് പറയുമ്പോൾ ഏറ്റവും എല്ലാ ആളുകളോടും നല്ല സമീപനത്തോടു കൂടി പെരുമാറുന്ന ഒരു ആളാണ് ബാബു. രാജീവനാണെങ്കിലും ഓട്ടോ ഡ്രൈവറ പണിയെടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാം തന്നെ ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ആളാണ് രാജീവനും. അപ്പോൾ ഇത് വലിയ രൂപത്തിലുള്ള ഒരു ഈ പ്രദേശത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായി നമ്മൾ കാണുകയാണ്. ദുരൂഹത വർദ്ധിച്ചതോടെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഫോറൻസിക് ഡോഗ് സ്ക്വാഡുകൾ സ്ഥലത്ത് പരിശോധന നടത്തി. നാദാപുരം ഡിവൈഎസ്പി വി ലതീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് 18 കോഴിക്കോട്. ഭക്ഷണത്തിൽ തേരട്ടെ കണ്ടതിനെ തുടർന്ന് പരവൂരിൽ മറ്റൊരു ഹോട്ടൽ കൂടി പൂട്ടി. നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ വസന്തവിഹാറാണ് മുനിസിപ്പൽ ആരോഗ്യ വിഭാഗം ഇടപെട്ട് പൂട്ടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. മാഞ്ഞാലി തേരത്തുരുത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിനാണ് ദുരനുഭവം. മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കെ മസാലയിലാണ് ചത്ത തേരട്ടെ കണ്ടെത്തിയത്. കുടുംബം പരാതി പറഞ്ഞതിനെ തുടർന്ന് ഹോട്ടൽ അടച്ചു. പിന്നീട് നഗരസഭ JHI ധന്യയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം എത്തി ഹോട്ടലിൽ പരിശോധന നടത്തി. അടുക്കളയും മറ്റും വൃത്തിഹീനമെന്ന് കണ്ടെത്തി അടച്ചിടാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. വയനാട് ബത്തേരി നമ്പിക്കൊല്ലി പുഴയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. നൂൽപ്പുഴ നെന്മേനിക്കുന്ന് അടക്കാമാങ്ങ കോളനിയിലെ ചന്ദ്രന്റെ മകൻ ആകാശാണ് മരിച്ചത്. മണ്ണൂർക്കുന്ന് ചെക്ക് ഡാമിലാണ് അപകടം. മൂലങ്കാവ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആകാശ്. 5 പേരടങ്ങുന്ന സംഘമാണ് ചെക്ക് ഡാമിൽ കുളിക്കാൻ ഇറങ്ങിയത്. നീന്തി കുളിക്കുന്നതിനിടെ ആകാശ് മുങ്ങിത്താഴുകയായിരുന്നു. തിരുവിതാംകൂർ രാജാക്കന്മാർ കുടിപാർപ്പിച്ച മക്കുവള്ളിയിലെ ജനങ്ങൾ ഇന്ന് നേരിടുന്നത് അധികൃതരുടെ അനാസ്ഥയാണ്. റോഡെന്ന അടിസ്ഥാന ആവശ്യം 89ഓളം കുടുംബങ്ങൾക്ക് ഇന്നും അന്യമാണ്. കേരളപ്പിറവിക്ക് മുൻപുണ്ടായ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിനായാണ് തിരുവിതാംകൂർ ദിവാൻ അക്കാലത്ത് 89 കുടുംബങ്ങളെ മക്കുവള്ളിയിലെത്തിച്ചത്. കൃഷിയായിരുന്നു ഇവരുടെ ഉപജീവനമാർഗം. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 66 വർഷം പിന്നിടുമ്പോഴും ഇവർ നേരിടുന്നത് അവഗണന മാത്രമാണ്. വനമേഖലയ്ക്ക് സമീപം ഭൂമി പതിച്ചു നൽകിയതല്ലാതെ മറ്റൊന്നും ഇവർക്ക് അനുവദിച്ചില്ല. ഇന്നും ഇവർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് പണ്ട് കാളവണ്ടിക്കായി തെളിച്ച മൺപാതയാണ്. 80 വർഷം മുമ്പ് സർക്കാർ തന്നെ കുടിയിരുത്തിയതാണ് മക്കുവള്ളി ഗ്രാമം. അങ്ങോട്ടുള്ള വഴിയെന്ന് പറഞ്ഞാൽ അത്രയും ശോചനീയാവസ്ഥയാണ്. ഇപ്പോൾ തന്നെ വനം വകുപ്പാണ് എന്നെ തടസ്സം നിൽക്കുന്നത് ഈ വഴി പണിയാനായിട്ട്. ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം ദുരിതത്തിലാണ്. 4 വർഷം മുൻപ് മാത്രമാണ് ഇവിടെ വൈദ്യുതി പോലും എത്തിയത്. കാട്ടിലൂടെ പാറയും കല്ലും നിറഞ്ഞ ഗതാഗതയോഗ്യമല്ലാത്ത വഴികളിലൂടെയാണ് മക്കുവള്ളിക്കാർ ഇന്നും സഞ്ചരിക്കുന്നത്. മൺപാതയുടെ പല ഭാഗങ്ങളും ചെങ്കുത്തായ കയറ്റവും ഇറക്കവും നിറഞ്ഞതാണ്. വികസന കുതിപ്പിലാണ് കേരളമെന്ന് പറയുമ്പോഴും മക്കുവള്ളിയിൽ അടിസ്ഥാന വികസനം പോലും ഇനിയും എത്തി നോക്കിയിട്ടില്ല. ഇത്രയും കാലങ്ങളായിട്ടും സർക്കാരിൽ നിന്ന് ഞങ്ങൾക്കൊരു വഴിയോ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും നിരങ്ങി വേണം വണ്ടി വരാൻ. ഈ കയറ്റമിറക്കവും പഞ്ചായത്തിൻ്റെ ഇല്ല, സർക്കാരിൻ്റെ ഇല്ല. ഇവിടെ ആരും വരുന്നില്ല. വരും, വോട്ട് പിടിക്കാൻ നേരത്ത് വരും. കാലങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കാത്ത വനനിയമങ്ങളാണ് മക്കുവള്ളിയുടെ വികസനത്തിന് ഇന്ന് തടസ്സമാവുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സർക്കാർ തന്നെ നിരവധി കുടുംബങ്ങളെ കുടിയിരുത്തിയ ഒരു പ്രദേശമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി ഗ്രാമം. സർക്കാർ കുടിയിരുത്തിയെങ്കിലും പിന്നീട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തിയില്ല. ഇപ്പോൾ യാത്രാ സൗകര്യമായ വഴി പോലുമില്ലാതെ ഇവിടുത്തെ 80ഓളം കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ്. മക്കുവള്ളി ഗ്രാമത്തിൽ നിന്നും VK സ്റ്റാലിൻ, ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴയിൽ ഭിന്നശേഷിക്കാരിയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തയാൾ അറസ്റ്റിൽ. യുവതി വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് പ്രതി കടന്നുപിടിച്ച് വീട്ടിലെത്തിച്ച് ബലാത്സംഗം ചെയ്തത്. യുവതിയുടെ മൊബൈലും പാത്രങ്ങളും റോഡിൽ കണ്ട നാട്ടുകാർ ബന്ധുക്കളെ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവതിയെ കണ്ടെത്തിയത്. അവശയായ യുവതി മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി പ്രണവ് അമിതമായി ലഹരിമരുന്ന് ഉപയോഗത്തിന് അടിമയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ചൊവ്വാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. നൂർനാട് CA ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. കാസർഗോഡ് നെല്ലിക്കട്ട അതിർകുഴി റോഡ് ശാപമോക്ഷം തേടുന്നു. പ്രദേശത്തെ 300ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡ് തകർന്നിട്ട് വർഷങ്ങളായെങ്കിലും അധികൃതർ ജനങ്ങളുടെ ആവശ്യത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ്. PMGSY പ്രകാരം നിർമ്മിച്ച ഈ റോഡിൽ 6 വർഷം മുമ്പാണ് ഒടുവിൽ അറ്റകുറ്റപ്പണി നടത്തിയത്. 1 വർഷം മാത്രമാണ് റോഡിന് ആയുസ്സുണ്ടായിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2.5 കിലോമീറ്ററോളം ദൂരം റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. റോഡ് തുടങ്ങുന്ന നെല്ലിക്കട്ടയ്ക്ക് സമീപത്തും അവസാനിക്കുന്ന കൊളോക്കോൾ ഭാഗത്തും ടാറിംഗ് പൂർണ്ണമായും തകർന്നു. ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഇതിനു വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ വലിയൊരു പ്രക്ഷോഭ പരിപാടികളുമായി ഞങ്ങൾ നാട്ടുകാരും മറ്റുള്ളവരും ഇറങ്ങിത്തിരിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ അതിലുള്ളൂ. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇത് കോടതിയിലേക്ക് പോകാനുള്ള സാഹചര്യം വരെ ഉരുത്തിരിഞ്ഞുകൊണ്ട് അതിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ മറ്റും വിവരാവകാശ നിയമപ്രകാരമുള്ള കടലാസുകൾ വരെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. വീണ്ടും PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതോടെ ഫണ്ട് വകമാറ്റി. PMGSYയിലേക്ക് റോഡ് നിർമ്മാണം മാറ്റിയെങ്കിലും അറ്റകുറ്റപ്പണി നടന്നില്ല. തകർന്ന റോഡിൽ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഇതിലൂടെയുള്ള ബസ് സർവീസ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബസ് ഉടമകൾ. ഇതിലൂടെയുള്ള സർവീസുകൾക്ക് ഓട്ടോറിക്ഷ അധിക ചാർജ് ഈടാക്കുന്നതായും നാട്ടുകാർ പറയുന്നു. കാലവർഷത്തിന് മുൻപ് റീടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യമില്ലായ്മ ചർച്ചയാകുന്ന വയനാട്ടിലാണ് ജീവനക്കാരില്ലാത്തതിനാൽ ആശുപത്രി അടച്ചിട്ടിരിക്കുന്നത്. പണി പൂർത്തിയായി വർഷങ്ങളായിട്ടും ആശുപത്രി ജനങ്ങൾക്കായി ഇനിയും തുറന്നുകൊടുത്തിട്ടില്ല. ഡോക്ടർമാരെ നിയമിക്കാത്തതിനാലാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ത്രിതല പഞ്ചായത്തുകൾ വ്യക്തമാക്കി. 3 കോടി രൂപ മുടക്കിയാണ് 2018-19 വർഷത്തിൽ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി, പൂതാടി പഞ്ചായത്തുകളിൽ പുതിയ CHC കെട്ടിടം നിർമ്മിച്ചത്. ആദിവാസികളും കർഷക തൊഴിലാളികളും അടങ്ങുന്ന സാധാരണക്കാരന് മികച്ച ആരോഗ്യ പരിചരണം ലഭ്യമാക്കാൻ നിർമ്മിച്ച ആശുപത്രിയുടെ അവസ്ഥയാണിത്. പുതിയ കെട്ടിടത്തിലെ ആധുനിക ഉപകരണങ്ങൾ പലതും തുരുമ്പെടുത്തു കഴിഞ്ഞു. നമ്മുടെ പുൽപ്പള്ളി CHC ജനങ്ങൾക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. ഇഷ്ടംപോലെ ഡോക്ടർമാർ, 6 ഡോക്ടർമാരോളം ഇവിടെ നിലവിലുണ്ട്. പക്ഷേ അവർക്ക് ഒന്ന് പരിശോധിക്കാൻ പോലുമുള്ള ഇത്രയും സൗകര്യമുണ്ടായിട്ട് ആ ഒരു കെട്ടിടം തുറന്നു കൊടുക്കാത്തത് വല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. എന്നാൽ 3 ഡോക്ടർമാരെ സർക്കാർ നിയമിച്ചാൽ മാത്രമേ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയൂ എന്നാണ് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. നിരവധി തവണ ഇക്കാര്യം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നും പരാതിയുണ്ട്. കോടികൾ മുടക്കി നിർമ്മിച്ച ആശുപത്രി കെട്ടിടം രോഗികൾക്ക് പ്രയോജനപ്പെടുത്താനാകാതെ അനാഥമായി കിടക്കുകയാണ്. ന്യൂസ് 18 വയനാട്. സംസ്ഥാനത്തെ മലയോര ഗ്രാമങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കർഷകരെ വലയ്ക്കുകയാണ് അധികൃതരുടെ മൗനം. സഹ്യപർവ്വത നിരകളുടെ അടിവാരമായ അമ്പൂരി, ആറുകാണി, പത്തുകാണി, കോട്ടൂർ, കള്ളിക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടുപന്നി ശല്യം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ പന്നികളെ കൊല്ലുന്നതിനുള്ള അനുമതി നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും അവയൊന്നും പാലിക്കപ്പെട്ടില്ല എന്നതാണ് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നത്. പിന്നെ നമ്മൾ വളരെ പോലീസുമായി ബന്ധപ്പെട്ടു, പിന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടു ഒക്കെ അവരെല്ലാം പറയുന്നത് ഇതിന് അധികാരം ഗ്രാമപഞ്ചായത്തിനാണ്, ഈ പന്നിയെ കൊല്ലാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തിനാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഗ്രാമപഞ്ചായത്തിന് അധികാരം നൽകിയത് പത്രത്തിലൂടെ മാത്രമാണ്. പഞ്ചായത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പന്നി ഇറങ്ങിയാൽ പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇതുവരെയും ഗ്രാമപഞ്ചായത്തുകൾക്ക് നൽകിയിട്ടില്ല. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ട പരിശീലനം പഞ്ചായത്ത് തലത്തിൽ ഇതുവരെ നൽകാൻ കഴിയാത്തതും ലൈസൻസ് ഉള്ളവർ ഇതിന് തയ്യാറായി മുന്നോട്ട് വരാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. പറ്റമായി എത്തുന്ന കാട്ടുപന്നികൾ മരച്ചീനി, ചേമ്പ്, പച്ചക്കറികൾ, വാഴ തുടങ്ങിയ വിളകളിൽ നാശം വിതച്ചാണ് മടങ്ങുന്നത്. കുരങ്ങുകൾക്ക് പിന്നാലെ കാട്ടുപന്നി ശല്യം കൂടി രൂക്ഷമാകുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് കർഷകരാണ്. ന്യൂസ് 18 പാറശാല. മുക്കം കാർഷികോൽപ്പന്ന സംഭരണ വിതരണ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. 2019-20 വർഷത്തിൽ നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മുൻ MLA ജോർജ് M. തോമസ് അനുവദിച്ച 28 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് മുക്കം കുറ്റിപ്പാലയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം തിരുവമ്പാടി നിയോജകമണ്ഡലം MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പഴം, പച്ചക്കറി വിപണനം നടത്തുന്ന മുക്കം VFPCK കാർഷികോൽപ്പന്ന സംഭരണ വിതരണ കേന്ദ്രത്തിനാണ് പുതിയ കെട്ടിടമൊരുങ്ങുന്നത്. കെട്ടിടത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു.
നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിരിക്കുന്ന വാക്കുകൾ സ്മരിക്കുന്നു. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി വിനോദ്, പ്രജിത പ്രദീപ്, മുക്കം കൃഷി ഓഫീസർ ടിൻസി ടോം, VFPCK കോഴിക്കോട് ജില്ലാ മാനേജർ റാണി ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് 18 മുക്കം. റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കൊപ്പം വാഹന പരിശോധന നടത്തി. പേരാമ്പ്ര സബ് RTO അധികൃതരാണ് കുറ്റ്യാടിയിൽ വാഹന പരിശോധന സംഘടിപ്പിച്ചത്. വാഹനങ്ങൾ കൈകാണിച്ചു നിർത്തിയത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരായിരുന്നെങ്കിൽ നിയമങ്ങൾ തെറ്റിച്ചവർക്ക് ഉപദേശങ്ങൾ നൽകിയതാകട്ടെ വിദ്യാർത്ഥികളായിരുന്നു. കുറ്റ്യാടി കടിയങ്ങാട് തണൽ കരുണ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ. പേരാമ്പ്ര സബ് RTO ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വാഹന പരിശോധനയിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ കൂടി പങ്കുചേർന്നതോടെ യാത്രക്കാർക്കും അത് പുതിയ അനുഭവമായി. ജനങ്ങളിൽ ഗതാഗത നിയമങ്ങളിൽ അവബോധമുണ്ടാക്കാൻ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള വാഹന പരിശോധന സഹായിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. നമ്മുടെ മക്കളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഒരു ലക്ഷ്യം കൂടി തന്നെയാണ്. കുട്ടികളെ എല്ലാവരും അതിനകത്ത് വളരെ കൃത്യമായിട്ട് അവരുടെ ചുമതലകൾ നിറവേറ്റുകയുണ്ടായി. വളരെ പ്രത്യേകം ഞാൻ ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ പൊതുസമൂഹത്തിനൊപ്പം ചേർത്ത് നിർത്താനുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അധികൃതരുടെ തീരുമാനത്തെ തണൽ കരുണ യൂത്ത് വിങ്ങും പ്രശംസിച്ചു. ന്യൂസ് 18 വടകര. കായൽ ടൂറിസത്തിന് ആലപ്പുഴ പ്രസിദ്ധമാണെങ്കിലും അതിനോടൊപ്പം തന്നെ ജലമലിനീകരണ പ്രശ്നങ്ങളും ജില്ലയിൽ രൂക്ഷമാണ്. ആയിരക്കണക്കിന് ഹൌസ് ബോട്ടുകൾ ഉള്ള ഫിനിഷിംഗ് പോയിന്റിനായി R ബ്ലോക്കിൽ പണിത മാലിന്യ പ്ലാന്റ് പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളാകുന്നു. ദിവസേന നിരവധി സഞ്ചാരികൾ എത്തുന്ന ഫിനിഷിംഗ് പോയിന്റിലെ ടൂറിസം ഓഫീസിന്റെ അവസ്ഥ ശോചനീയമാണ്. ദൃശ്യങ്ങൾ കാണുന്നത് ആലപ്പുഴയിലെ പ്രധാന ഹൌസ് ബോട്ട് ടെർമിനലായ പുന്നമടയിലെ ഫിനിഷിംഗ് പോയിന്റാണ്. ആയിരക്കണക്കിന് ഹൌസ് ബോട്ടുകളാണ് ദിവസേന സഞ്ചാരികളുമായി ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. ബോട്ടുകളിലെ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ സംസ്കരിക്കാൻ ഒരു സംവിധാനവും സർക്കാർ മേഖലയിൽ പുന്നമടയിൽ ഇപ്പോൾ ഇല്ല. ലക്ഷങ്ങൾ മുടക്കി R ബ്ലോക്കിൽ പണിത ട്രീറ്റ്മെന്റ് പ്ലാന്റും നിലച്ചിട്ട് വർഷങ്ങളാകുന്നു. ദൈനംദിന മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ നിലവിൽ ഇവിടെ ഉണ്ടെങ്കിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്ലാന്റ് കഴിഞ്ഞ ഒരു 1-2 വർഷക്കാലമായി അത് പൂട്ടിയിരിക്കുകയാണ്. ചില സ്വകാര്യ വ്യക്തികളുടെയും പിന്നെ കുമരകം DTPC അണ്ടറിലുമുള്ള ചില പ്ലാന്റുകളെ ആശ്രയിച്ചാണ് ഇപ്പം നിലവിൽ ഇവിടെ ഹൗസ് ബോട്ടുകളെല്ലാം തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബോട്ടുകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ ലഭ്യമാകണമെങ്കിൽ മാലിന്യം നീക്കം ചെയ്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 4000 രൂപ വരെ ചിലവ് വഹിച്ചാണ് ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്യാനായി കുമരകത്തേക്ക് ബോട്ടുകൾ പോകുന്നത്. തിരക്കുള്ള ദിവസം 5000-ഓളം സഞ്ചാരികൾ എത്തുന്ന പ്രധാന ടെർമിനൽ ശുചിമുറികൾ പോലും വൃത്തിഹീനമാണ്. ഇവിടെ നല്ല തിരക്ക് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ഒരു 4000 മുതൽ 5000 വരെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഇവിടെ നല്ല രീതിയിലുള്ളൊരു ബാത്റൂം ഫെസിലിറ്റി അതേപോലുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല. അതൊരു വലിയൊരു പരിമിതി തന്നെയാണ്. ബഡ്ജറ്റ് വഴി പ്രാഥമിക സൗകര്യങ്ങളെങ്കിലും ഒരുക്കി നൽകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികളും ഉടമകളും. ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ എത്തുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ആലപ്പുഴയിലെ ഫിനിഷിംഗ് പോയിന്റ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ ഇവിടെ വട്ടപൂജ്യമാണ്. ഇത്തവണയെങ്കിലും മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ മേഖലയിലുള്ളവർ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം പുന്നമടയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മലപ്പുറം മഅദീൻ അക്കാദമി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളെ അണിനിരത്തി ഇന്ത്യയുടെ ഭൂപടം തീർത്തു. ത്രിവർണ്ണ തൊപ്പികൾ ധരിച്ച കുട്ടികൾ നിശ്ചിത സ്ഥാനത്ത് അണിനിരന്നതോടെ ഇന്ത്യയുടെ മനോഹരമായ ആകാശ ദൃശ്യം തെളിഞ്ഞു. 60 മീറ്റർ നീളത്തിലും 50 മീറ്റർ വീതിയിലും ഒരുക്കിയ സ്റ്റുഡൻസിന്റെയിൽ 2000-ലധികം വിദ്യാർത്ഥികളാണ് അണിചേർന്നത്. ഓറഞ്ച്, വെള്ള, പച്ച നിറത്തിലുള്ള തൊപ്പികൾ ധരിച്ചെത്തിയ വിദ്യാർത്ഥികൾ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ നിന്നതോടെ മനോഹര കാഴ്ചയായി. മഅദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പതാക ഉയർത്തി സന്ദേശ പ്രഭാഷണം നടത്തി. ഭരണഘടനാ വായനയ്ക്കും അദ്ദേഹം നേതൃത്വം നൽകി. മഅദീൻ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സല്യൂട്ട് സ്വീകരിച്ചു. എന്നും എന്റെ ഇന്ത്യ എന്ന പ്രമേയത്തിൽ ഒരുക്കിയ ഗാനശില്പവും അരങ്ങേറി. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് വിദ്യാർത്ഥികളെ അണിനിരത്തി മഅദീൻ അക്കാദമി ഒരുക്കിയ ഐ ലവ് ഇന്ത്യ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു.
ന്യൂസ് 18 മലപ്പുറം. തായ്ക്കൊണ്ടോയിൽ ലോക റെക്കോർഡ് നേടി പയ്യന്നൂർ സ്വദേശി ഡോക്ടർ വേണുഗോപാൽ കൈപ്രത്ത്. ജംപ് സ്പ്ലിറ്റ് കിക്ക് പ്രകടനത്തിനാണ് അംഗീകാരം. തായ്ക്കൊണ്ടോ പ്രചാരകനായും പരിശീലകനായും പ്രവർത്തിക്കുന്ന ഡോക്ടർ വേണുഗോപാൽ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും നേടിയിട്ടുണ്ട്. തായ്ക്കൊണ്ടോ എന്ന കൊറിയൻ ആയോധന കലയിൽ അപൂർവ നേട്ടം കൊണ്ട് ശ്രദ്ധേയനാവുകയാണ് പയ്യന്നൂർ സ്വദേശി ഡോക്ടർ വേണുഗോപാൽ കൈപ്പുറത്ത്. 1 മിനിറ്റിൽ തുടർച്ചയായി 10 തവണ ജംപ് സ്പ്ലിറ്റ് കിക്ക് ചെയ്തുകൊണ്ടാണ് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ലോകത്ത് 51, 59 പ്രായപരിധിയിൽ ഉള്ളവരുടെ ഇടയിൽ ഇത് ആദ്യ സംഭവമാണ്. ഏറ്റവും കൂടുതൽ കിക്സുകൾക്ക് പ്രാധാന്യം നൽകി പ്രാക്ടീസ് ചെയ്യുന്നത് ആർട്ടാണ്. വളരെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ന് യുവാക്കൾ, യുവതികൾ, അതുപോലെ കുട്ടികൾ എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആയോധന കലയാണ് ഇപ്പോൾ തായ്ക്കൊണ്ടോ. യുവാക്കൾ പോലും ജംപ് സ്പ്ലിറ്റ് കിക്ക് ചെയ്യാൻ പ്രയാസപ്പെടുമ്പോഴാണ് പ്രായത്തെ അവഗണിച്ചുള്ള പ്രകടനം. കഴിഞ്ഞ 36 വർഷക്കാലത്തോളമായി തായ്ക്കൊണ്ടോ രംഗത്ത് സജീവ സാന്നിധ്യമാണ് ഡോക്ടർ വേണുഗോപാൽ കൈപ്പുറത്ത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിവിധ വിദേശ രാജ്യങ്ങളിൽ നടന്ന മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പയ്യന്നൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.